സമ്മർ വെക്കേഷന്റെ അവസാന ഘട്ടത്തില് എന്നാ മഴ തുടങ്ങുന്നതിന് മുന്നേ നമ്മള് ഇരുപ്പ് വെള്ളച്ചാട്ടത്ത് പോയതിന്റെ വീഡിയോ ആണ് കേട്ടോ എന്നുള്ളത്. പെട്ടെന്നൊരു ന്യൂനമർദ്ദം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്താണേ പോയത്. ഇരുപ്പ് വെള്ളച്ചാട്ടം വരുന്ന എവിടെയാന്ന് വെച്ചാല് കേരള കർണാടക ബോർഡറിലായിട്ട് വരും കേട്ടോ. തിരുനെല്ലി അമ്പലത്തിൽ നിന്നൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കുട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കുട്ടയിൽ നിന്ന് പൊന്നമ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഏകദേശം ഒരു നടുക്കായിട്ടാണ് വരിക. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുക. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ ഒരു കാര്യം ചോദിക്കും, അട്ടേനെ പേടിയുണ്ടോന്ന്. കാരണം മഴ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല അട്ടയുണ്ട് കേട്ടോ. അട്ടേനെ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ടിക്കറ്റ് തന്നെ തരൂല. മഴ ഏതായാലും കുറയൂല, ആ സ്ഥിതിക്ക് നമ്മൾ മുന്നോട്ട് പോകാന്ന് തന്നെ വിചാരിച്ചു. കുറച്ചു നേരം നിന്ന് നോക്കി ഇനി എങ്ങാനും മഴ കുറഞ്ഞാലോന്ന്. നോക്കുമ്പോൾ കുറയുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് തന്നെ പോയി. ഞാനും എൻ്റെ അനിയത്തിയും റെയിൻ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ വന്ന രണ്ടാൾക്കാരോട് റെയിൻ കോട്ട് വേണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, കുട മതിയെന്ന്. എന്ത് കുട, നല്ല കാറ്റും ഉണ്ടായിരുന്നു. മഴ നല്ലോണം കൊള്ളുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും സുഖമായി കൈയൊക്കെ വീശി ഇങ്ങനെ നടന്നു. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലം കാണാട്ടോ. ഇതും അതുപോലെ എന്തോ ഒരു ചെറിയൊരു അമ്പലം പോലെയുള്ളതാണേ, ഒരു ആൽമരത്തിന്റെ ചോട്ടില്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ വരവാണ് കേട്ടോ. ആദ്യത്തെ 2 പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ആന ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവര് ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൗണ്ടർ ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ ആന ഇറങ്ങുന്നുണ്ട് എന്ന് സംശയം തോന്നിയാലും ഇവർ ക്ലോസ് ചെയ്യുവേ. ഇതിപ്പോ എങ്ങനെയാ അറിയാന്ന് ചോദിച്ചാല് ഇവിടെ വന്നാൽ തന്നെ അറിയുള്ളൂ. ഞങ്ങൾക്ക് 2 പ്രാവശ്യവും അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് കിട്ടാതിരുന്നത്. അനിയത്തി ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അവൾ ഇവിടെയൊക്കെ കണ്ടിട്ട് പറയുന്നത് തീരെ വെള്ളമില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഈ പാറക്കല്ലുകളൊന്നും കാണാറില്ല, കുത്തി ഒഴുകിയിട്ടാണ് വെള്ളം പോവാറ് എന്നാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടുന്ന് നമുക്ക് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. വഴിയൊന്നും വലിയ മോശമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. വീഡിയോ എടുത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ സ്ഥാനം ഏറ്റവും പുറകിലാണേ. എന്നെ കൂട്ടാതെ തന്നെ ഇവരൊക്കെ അത് അവിടം വരെ എത്തി. പക്ഷേ ഇവരിപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ പോകുന്നേ ഉള്ളൂ. അതെന്താന്നുണ്ടെങ്കിൽ ഒരു പ്രധാന ആയുധം എൻ്റെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. ഇവര് പോട്ടെ പോട്ടെ, ഞാൻ പുറകെ തന്നെ ഉണ്ട്. ആവൂ, അഞ്ചു എങ്കിലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾക്കറിയാം എൻ്റെ കയ്യിലാണ് പ്രധാന ആയുധം ഉള്ളത് എന്ന്. പ്രധാന ആയുധം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അട്ടയുണ്ടാവുമെന്ന്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അട്ടയ്ക്കുള്ള മരുന്നായിട്ട് ഉപ്പ് കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ അത് പ്രയോഗിക്കേണ്ടി വന്നില്ല. ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ എന്തോ അടച്ചു വെച്ചിരിക്കുക. അവിടെ എന്താണെന്നറിയില്ല. ആദ്യം നമ്മൾ സ്റ്റെപ്പ് കയറുകയായിരുന്നു ചെയ്തത്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണേ ചെയ്തേ. നമുക്ക് ദൂരേന്ന് അതാ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറാൻ പോവുകയാണേ. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ അഞ്ജുവിന് ഒരു 3-4 അട്ടേന്റെ കടിയും കുഞ്ഞുവിന് ഒരു 2 അട്ടേന്റെ കടിയും കിട്ടിട്ടോ. ഉപ്പെടുത്തത് കാര്യമായി. അട്ടകടി കൊണ്ടവർക്ക് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം ഇരുന്ന് അവിടെ നിന്നുള്ള വ്യൂ കാണാനാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അഞ്ജുവിന്റെ അഭിപ്രായത്തില് തീരെ വെള്ളം ഇല്ലാന്ന് തന്നെയാണേ. ഇങ്ങനെയൊന്നും അല്ല, കുറേയും കൂടി വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നതാണ് ശരിക്കും ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തൃപ്തരാണ്. എല്ലാവരും വെള്ളച്ചാട്ടവും എൻജോയ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ അട്ടേനെ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരട്ടേനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് അട്ട പോവുക. ആരെങ്കിലും പിടിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ നടന്നു പോവുക. നമുക്ക് ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റുമോ? നമ്മളുടെ കയ്യിലുള്ള ഉപ്പെടുത്ത് കുറച്ച് വിതറി കൊടുത്താലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ മറ്റൊരാളെയും കടിക്കരുത് എന്നുള്ള നന്മ മനസ്സുള്ള ഞങ്ങൾ അവൻ്റെ മേത്ത് ഉപ്പിട്ട് അവനെ അങ്ങ് തീർത്തു. ഒരട്ടയെങ്കിൽ ഒരട്ട. അതാ കണ്ടോ കിടന്ന് പൊളയുന്നത് കാണുന്നുണ്ടോ? ഈ പരിപാടി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ കൂടെ തന്നെ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് തലയിലേക്കൊക്കെ വെള്ളമാക്കാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ ക്യൂ ആണ് കേട്ടോ അപ്പോൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ അട്ടകടി കിട്ടിയത് അഞ്ജുവിനായതുകൊണ്ട് തന്നെ അഞ്ജു ഉപ്പൊക്കെ എടുത്തിട്ട് കാലിൽ എണ്ണ തേക്കുന്ന പോലെ പുരട്ടുകയാണേ.
അങ്ങനെ റെയിൻകോട്ട് ഇട്ട ഞങ്ങൾ രണ്ടാളും അവിടെ പോയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാം എന്നുള്ള തീരുമാനമായി. അയ്യോ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. തലയിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് വെള്ളം വന്ന് വീഴുകയാണേ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും നല്ലോണം എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഈ ചേട്ടനാണെങ്കിൽ റെയിൻകോട്ടും ഇട്ടില്ല, ബനിയൻ മാത്രം ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതാണ് എനിക്ക് ബ്ലർ ചെയ്യാതെ പറ്റുകയില്ല. ഒരു കിടിലൻ അനുഭവമായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞങ്ങൾ ഒരു പ്രാവശ്യമൊന്നുമല്ല, ഇടിച്ചു കയറി 3-4 പ്രാവശ്യം അങ്ങനെ പോയി അതിൻ്റെ ചോട്ടിൽ പോയി നിന്നു കേട്ടോ. ഫോൺ ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ കൂടെയുള്ളവരെയൊന്നും കണ്ടില്ലേ. എൻ്റെ സൈഡ് ബാഗൊക്കെ നനഞ്ഞ് കുതിർന്ന് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, അതും ഫുള്ള് നനഞ്ഞ്. പക്ഷെ ഇത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. വെള്ളം കൂടുതലായ ഇങ്ങനെയൊന്നും പോയി നിൽക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പം തന്നെ ഇവർ ദൂരെ നിന്നുള്ള വ്യൂവേ തരുള്ളൂ, അടുത്തേക്കൊന്നും പോകാൻ സമ്മതിക്കില്ല. ഞങ്ങൾ വന്ന സമയം നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ രണ്ടാളും എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ മാറിയിട്ട് വേണം അടുത്തുള്ളവർക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണേ. ഞങ്ങളെ തലയിലൊക്കെ തട്ടി തഴുകിയ വെള്ളമാണ് ഈ ഒലിച്ചൊക്കെ പോകുന്നത്. ഇത്രയും വലിയ മലേൻ്റെ മേളിൽ നിന്ന് വന്ന വെള്ളമാണ് ഞങ്ങളെ തലയിലൊക്കെ തട്ടിയത്. അത് അഞ്ചു പിന്നെയും തുടങ്ങി കേട്ടോ ഉപ്പ് തേക്കാൻ വേണ്ടിയിട്ട്. ഈ നിൽക്കുന്ന സ്ഥലമില്ലേ, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും അട്ട ഉണ്ടാവുക. എല്ലാവരുടെ കാലിലും 4-5 അട്ടയൊക്കെയാണ് കടിച്ചിരിക്കുന്നത്. ചിലവർ ഷൂ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അവരെ കാലിലൊക്കെ അട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ അട്ട എങ്ങനെ കയറും എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ അത്ഭുതം എന്താന്ന് ഞാൻ പറയട്ടെ, എൻ്റെ കാലിൽ ഒരൊറ്റ അട്ട കടിച്ചില്ല കേട്ടോ. ഇവരെ 3 ആളെ അറഞ്ചം പുറഞ്ചം കടിച്ചപ്പോൾ എന്നെ മാത്രം അട്ട വെറുതെ വിട്ടു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ എത്തിയേ. ഈ ഇരിപ്പിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഇവിടുത്തെ ഫുഡിന് പൈസ കൂടുതലാണെന്നായിരിക്കും കേട്ടോ. എന്ത് ചോദിച്ചാലും 120, അതാണ് ഇവരെ റേറ്റ്. കുഞ്ഞു ഈ തോണ്ടിയിരിക്കുന്നതിൻ്റെ പേര് മസാല മാഗി എന്നാണ്. മാഗി കഞ്ഞി എന്ന് ഞങ്ങൾ പറയും. മുളകാ ബജി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ സ്ഥലം ഏതാന്ന് മറക്കണ്ട, അടുത്ത ലിസ്റ്റിലിട്ടോട്ടോ ഇരിപ്പ് വാട്ടർഫാൾ പോകാത്തവർക്ക് വേണ്ടി. ഇരിപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഇവിടേക്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ അടുത്ത വരുന്നുണ്ടേ, കാത്തിരിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.